രാഷ്ട്രപതി കഴിഞ്ഞ ദിവസമാണ് ലോകസഭയിലൂടെ ഈ രാജ്യത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. മോദി സർക്കാരിനെ പുകഴ്ത്തി സംസാരിച്ച രാഷ്ട്രപതിയുടെ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ മടുപ്പ് ഉളവാക്കുന്നതായിരുന്നു എന്ന് നമുക്കറിയാം. പ്രസംഗത്തിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രസ്താവനയാണ് പിന്നീട് വിവാദമായത്. നരേന്ദ്രമോദിയുടെ സർക്കാരിനെ പുകഴ്ത്തി വാഴ്ത്തുന്ന സ്ഥിരം ശൈലിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പതിവ് ശൈലിയിൽ കേന്ദ്ര സർക്കാരിനെ മധ്യവരുവോളം പുകഴ്ത്താനാണ് രാഷ്ട്രപതി സമയം വിനിയോഗിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ രാജ്യം ശ്രദ്ധിച്ച സോണിയാഗാന്ധിയുടെ കമൻ്റ് അവിടെ വന്നത്. കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ച് സംസാരിച്ച് രാഷ്ട്രപതിക്ക് മടുത്തു എന്ന രീതിയിലാണ് സോണിയാഗാന്ധി പ്രതികരിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് BJP ഉയർത്തിയത്. സോണിയാഗാന്ധി നടത്തിയത് അപകീർത്തികരമായ പ്രസ്താവനയാണെന്നും അന്തസ്സിനെ അത് മുറിവേൽപ്പിക്കുന്ന പരാമർശമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നുമൊക്കെ രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും പറയുന്നു. രാഷ്ട്രപതി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതയാണ്, അവർ ദുർബലയല്ലെന്നും പാർലമെൻ്ററി കാര്യമന്ത്രി റിജിജുവും വ്യക്തമാക്കി. സോണിയാഗാന്ധി രാഷ്ട്രപതിയെ അപമാനിച്ചിട്ടില്ലെന്നും നീണ്ട പ്രസംഗം വായിച്ച് ക്ഷീണിതയായി എന്ന അർത്ഥത്തിൽ മാത്രം പറഞ്ഞ ഈ കാര്യത്തെ മാധ്യമങ്ങളും BJPയും വളച്ചൊടിച്ചതാണെന്നായിരുന്നു കോൺഗ്രസ് പറയുന്നത്. എന്തായാലും സോണിയാഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിച്ച BJP അത് രാഷ്ട്രീയ ആയുധമാക്കുവാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി സോണിയാഗാന്ധിക്കെതിരെ FIR ഇടുന്നതിലേക്ക് വരെ ആ സംഭവം എത്തി നിൽക്കുന്നു. ബീഹാറിലെ മുസഫർപൂർ ജില്ലയിലാണ് സോണിയാഗാന്ധിക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഷ്ട്രപതിയെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കേസ്. ഈ പ്രദേശത്തുള്ള സുധീർ ഒജ എന്ന ഒരു അഭിഭാഷകനാണ് കേസ്. ഇത്തരത്തിലുള്ള വലിയ വലിയ ആളുകൾക്കെതിരെയുള്ള പരാമർശങ്ങൾക്ക് കേസ് കൊടുക്കുന്നത് സാമാന്യം കൂടുതൽ അറിയപ്പെടാത്ത വ്യക്തികളാണ്. അത് പേരെടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. സോണിയയ്ക്ക് പുറമെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കെതിരെയും വകുപ്പുകൾ ചുമത്തണമെന്നും ഒക്കെ പറയുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ പരാമർശം കേട്ടുകൊണ്ട് നിന്നുവെന്നും പ്രതികരിച്ചില്ല എന്നുമാണ് പ്രിയങ്കയ്ക്കും രാഹുലിനുമെതിരെയുള്ള കുറ്റം. എന്തായാലും കേസ് ഫയലിൽ സ്വീകരിച്ച കോടതി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ FIR ഇടാനുള്ള നീക്കം നടത്തുന്നു എന്നുറപ്പിക്കാം. സർക്കാരിനെ പുകഴ്ത്തിപ്പറഞ്ഞ് രാഷ്ട്രപതി ക്ഷീണിച്ചുവെന്ന ഒരു രാഷ്ട്രീയ വിമർശനം സോണിയാഗാന്ധി പറഞ്ഞത് പക്ഷേ രാഷ്ട്രപതിയെ അപമാനിച്ചുവെന്ന തരത്തിലാണ് BJP നേതാക്കൾ വിവാദമാക്കുന്നത്. പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു അതുപോലെ സോണിയാഗാന്ധിയുടെ പ്രതികരണത്തെ കൂട്ടിക്കെട്ടിയത് ഫ്യൂഡൽ മനോഭാവത്തോടെയാണ്. ഗോത്രവർഗക്കാരിയായ രാഷ്ട്രപതിയെ അംഗീകരിക്കാനുള്ള മടിയാണ് ഈ പരാമർശത്തിന് പിന്നിലെന്നാണ് മന്ത്രി പറയുന്നത്. ഗോത്രവർഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായത് കോൺഗ്രസിൻ്റെ ഫ്യൂഡൽ ചിന്താഗതിക്ക് ദഹിക്കുന്നില്ല എന്ന വാദമുയർത്തി വിഷയം കത്തിക്കാനും BJP പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്.